ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു സംശയം ശശി തരൂർ ബി.ജെ.പി. ആണോ കോൺഗ്രസ് ആണോ എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് അദ്വാനിയെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യത? ഒരിക്കലുമല്ല. എനിക്കങ്ങനെ പുള്ളി അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇനി ബി.ജെ.പിയിലേക്ക് ചാടാനുള്ള അങ്ങനത്തൊന്നുമല്ല. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തരൂർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ 100% ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒന്നാമത് പുള്ളി ഒരു കോസ്മോപൊളിറ്റൻ ആണ് അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് സെറ്റാണ് പുള്ളിയുടെ. ബിക്കോസ് അത്രയും അറിവുള്ള മനുഷ്യനാണ്. ലോകം മുഴുവൻ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺഗ്രസ് പുള്ളിക്കാരനെ പ്രസൻറ്റ് ചെയ്യണത് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മുഖം എന്നാണ്. ഇൻ ദ സെൻസ് എല്ലാ രീതിയിലും അറിവിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലേ, ആ പുള്ളി അങ്ങനെ ആയിരുന്നു. ഒരു പുസ്തകരചന എല്ലാത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും പുള്ളി അവസാന വാക്കാണ് പല കാര്യങ്ങൾക്കും. അപ്പം ആക്ച്വലി അവർ ഏകദേശം ഇപ്പോൾ 4-ാം വട്ടമാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അപ്പോസിഷനായിട്ടുള്ള നിൽക്കണ പാർട്ടി എന്ന് പറയുമ്പം ഭാരതീയ ജനതാ പാർട്ടി. അപ്പം ഇത്തരം പുകഴ്ത്തലുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ്. പക്ഷെ പുള്ളീനെ വ്യക്തി എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് കുറെ കൂടി മനസ്സിലാക്കണ ആൾക്കാരെന്നുള്ള രീതിയിൽ പറയട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് സെറ്റാണ്. അങ്ങനെയുള്ളവർക്കുള്ളൊരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഇങ്ങനെ പൊളിറ്റിക്കൽ ബയസ് ആ ഒരു ഇത് കാണത്തില്ല. ബിക്കോസ് പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സിന് അപ്പുറം അവരെല്ലാം കാണുന്നത് ആ ഒരു ഫെയർ പൊളിറ്റിക്സ് ആണത്. അത് മനസ്സിലാക്കാൻ നമുക്കിവിടെ പറ്റില്ല. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഞാനൊക്കെ തരൂരിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ പുള്ളി എനിക്ക് കിട്ടേണ്ട ഒരു അർഹമായിട്ട് MP സീറ്റ് കൊടുക്കുന്നുണ്ടാവാം, അതിനപ്പുറം പുള്ളീനൊക്കെ വേറൊരു ലെവലായിരുന്നു. ശരിക്കും പുള്ളി ഒരിക്കലും ഒരു കിച്ചൺ ക്യാബിനറ്റ് ആ രീതിയിൽ തന്നെ പറഞ്ഞ ഹൈക്കാർഡ് അങ്ങനെ ഒരു നമ്മൾ പറയുമല്ലോ ആ രീതിയിൽ അടിമയായിട്ട് നിന്നിട്ടില്ല. എപ്പോഴും പുള്ളിക്ക് പറയാനുള്ളൊരു വ്യൂസ് ഉണ്ടാവും, അതെല്ലാം ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയും. പിന്നെ ഇന്ത്യ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഫോർ ഹിം അല്ലേ, പൊളിറ്റിക്സിനെക്കാളും പുള്ളിക്ക് ദേശീയത, നാഷണലിസം, നേഷൻ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ആ രീതിയിൽ ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് തരൂർ. അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യനെ, അതാണ് രാഹുൽ ഗാന്ധിയും തരൂരുമായിട്ടുള്ളൊരു വ്യത്യാസം. അടുത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് ഉണ്ടാവാം, പക്ഷെ മറ്റൊരു രാജ്യത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യ എത്രത്തോളം ഇന്ത്യനെ മറ്റുള്ളവരുടെ മുന്നിൽ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും, ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ഓൾ നോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ തന്നെയാണ്. ആ രാജ്യത്തിന് എത്രത്തോളം നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. പക്ഷേ രാഹുൽ ഗാന്ധി ചില സമയങ്ങളിൽ തീരെ ആ ഒരു പൊളിറ്റിക്കൽ ഇതില്ലാണ്ട് പോയിട്ട് ഇന്ത്യനെ ആ ഭരണത്തിൻ്റെ ഇത് വെച്ചിട്ട് മാത്രമേ പുള്ളിക്കാരൻ ഇന്ത്യയെക്കുറിച്ച് പറയാറുള്ളൂ അല്ലേ. കാരണം ഇന്ത്യക്ക് വി ഡു ഹാവ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് എല്ലാം ഉണ്ട്. അത് ഉൾക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കൃത്യമായിട്ട് ഇന്ത്യ എന്താണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ശശി തരൂരാണ്. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ടൈപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ആണ് ഇന്ത്യക്ക് വേണ്ടത്, വെദർ ഇറ്റ് ഈസ് ഇൻ BJP അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ. അപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനത്തെ ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടുമ്പോൾ അത് ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു കാലിബറില്ല. ഇപ്പം അത് തന്നെ ശശി തരൂർ ചിന്തിക്കും, എനിക്ക് കഴിവുകൊണ്ട് എന്നെ ഉയർത്തുന്നില്ല എന്ന ചിന്താഗതി ആയിരിക്കുമോ ഇത്തരം മറ്റൊരു പാളയത്തിലേക്കുള്ള വഴിയായി കാണുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അങ്ങനെ പാളയത്തിലേക്ക് പോകില്ല. അന്ന് അദ്ദേഹത്തിന് എത്രയോ ഇൻസൾട്ട് അവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 10 വർഷത്തെ കരിയറിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് ആൾക്കാർ പുള്ളിയെ നന്നായിട്ട് രീതിയിൽ ഒറ്റപ്പെടുത്തി എത്രത്തോളം രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്കറിയാമല്ലേ. എനിക്കൊക്കെ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. മറ്റേ ഖാർഗെക്ക് പകരം എന്തോരം കളികൾ നടന്നിട്ടാണ് പുള്ളി വരരുത് എന്നുള്ളൊരു അജണ്ട വെച്ചിട്ടായിരുന്നു അന്നത്തെ കുറേ കളികൾ. അപ്പോൾ പുള്ളീനെ അങ്ങനെ ആയിരുന്നു ആ ഒരു സമയത്ത് പോലും അത്രയും ഇൻസൾട്ടഡ് ആയിരുന്നു. ബിക്കോസ് ഇങ്ങനൊരു വ്യക്തിനെ എന്തുകൊണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു മത്സരത്തിൻ്റെ പോലും ഒരു ആവശ്യമുണ്ടോ തോന്നുന്നുണ്ടോ ശ്രീജിത്തിന്? ഇല്ല. അപ്പോൾ ഞാനൊക്കെ ആലോചിച്ചത് ഒരു ഫേസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മുടെ ഗാന്ധിജി ഒരു ആളെ നിർത്തുന്നു ഓപ്പോസിറ്റ് സൈഡ്, ആ രീതിയിലുള്ളൊരിത് നമ്മൾ പിന്നീട് കാണുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ കാണിക്കുന്നത് അല്ല, പലരും സൂചിപ്പിക്കുന്നത് നെഹ്റു കുടുംബവുമായുള്ള തർക്കം കൊണ്ടാണ് ശശി തരൂരിനെ പൂർണ്ണമായി തന്നെ ഒതുക്കുന്നതെന്നൊരു സംസാരമുണ്ടല്ലോ. അപ്പോൾ ഈ മത്സരിച്ചത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? കാരണം അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നു, നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഖാർഗെ. അപ്പോൾ അതിനെതിരെ മത്സരിച്ച് ശശി തരൂർ ഇനി പാർട്ടിയിൽ ഒരു ചുമതലയിലും വരണ്ട, അദ്ദേഹത്തിന് പരിഗണന നൽകേണ്ടെന്ന ഒരു ചിന്താഗതിയാണോ, ആ കുടുംബത്തിന്റെ ചിന്താഗതിയാണോ ഇപ്പൊ നടപ്പിലാക്കുന്നത്? അങ്ങനത്തെ ഒരു ചിന്താഗതിയാണെങ്കിൽ നശിച്ചു പോകുമ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഹൃദയത്തിലേക്ക് എത്രയോ മനുഷ്യരുണ്ട്. ഞാനൊക്കെ തരൂർജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പം പറഞ്ഞില്ലേ നെഹ്റു പൊളിറ്റിക്സ്. എന്താണ് ഈ നെഹ്റു പൊളിറ്റിക്സ്? ഓക്കെ, ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു,
ജവഹർലാൽ നെഹ്റു ഓഫ് കോഴ്സ്. അതിനൊപ്പം തന്നെ എത്ര 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 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടേണ്ട ഒരു പ്രോമിനൻസ് ബാക്കിയുള്ള ലീഡേഴ്സിന് കിട്ടിയോ? നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് വിശ്വാസമായിരുന്നു, പക്ഷെ നന്നായിട്ട് രീതിയിൽ ഒന്നുമില്ലാത്തൊരു ഇന്ത്യനെ ബിൽഡപ്പ് ചെയ്തു. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ബിഗ് സീറോ ആയിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നിൽ കൊണ്ടുവന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ലെഗസി എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോയിട്ട് നെഹ്റു ഫാമിലിക്ക് മാത്രമേ ഇന്ത്യയെ നയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ഫാമിലിയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി അത് ആദ്യമേ മുളയിൽ നുള്ളേണ്ട ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധി വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ പോലും നമുക്കറിയാൻ പറ്റും ആ ഒരു പൊളിറ്റിക്സ് എന്തായിരുന്നു. അന്ന് രാജീവ് ഗാന്ധി പിക്ചറിലില്ല, പക്ഷെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആള് സഞ്ജയ് ഗാന്ധി. നമുക്കറിയാം അന്നത്തെ പൊളിറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നേ ഉള്ളൂ, പക്ഷേ ഫുൾ പവർ ആളുടെ കയ്യിലായിരുന്നു. നമുക്കറിയാം പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര ഒരു അങ്ങേറ്റത്ത്. അപ്പം ഇത് കൃത്യമായിട്ടും ഈ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ഇപ്പം മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ആ പൊളിറ്റിക്സിൻ്റെ അകത്തുണ്ടായിരുന്ന തെറ്റുകൾ തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പറഞ്ഞ രീതി പോണതാണ് ഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് തരൂർ ചെയ്തത്. തരൂർ വ്യക്തമായിട്ട് പറയുന്നത് ശരി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഡെമോക്രാറ്റിക് കൺട്രി. ഈ ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ എങ്ങനെയാണ് ഈ ഫാമിലി ലെഗസി വരിക, കുടുംബാധിപത്യം വരിക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാജഭരണം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ പോരായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്റർനാഷണൽ കോൺഗ്രസ്സിന് അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കാനായിട്ട് മറ്റൊരു മുഖമില്ല. ആ ഒരു നെഹ്റു ഫാമിലി മാത്രമേ ഉള്ളൂ അല്ലേ. അത് തന്നെയാണ് ഈ ഒരു പാർട്ടിയുടെ നെഹ്റു ഫാമിലിയിലേക്ക് ആ കുടുംബം ഒതുക്കിയതല്ലേ. ഇപ്പോൾ പറഞ്ഞ പോലെ ശശി തരൂരിനെ പോലെ കഴിവുള്ള എത്രയെത്ര നേതാക്കളുണ്ടായിരുന്നു. പലരും ഇപ്പോൾ ആ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ BJP-യിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. തീർച്ചയായും ഞാൻ എപ്പോഴും അത് സംസാരിക്കുന്ന ഒരു കാര്യം, ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പോലെ എത്രയും മിടുക്കനായിട്ടുള്ള കാലിബറുള്ള ഇന്ന് BJP-യുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മുഖമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിൻ പൈലറ്റ് പോകാൻ നിന്നതാണല്ലോ. സച്ചിൻ പൈലറ്റ് പിന്നെ എങ്ങനെയോ ലാസ്റ്റ് ഒരു മിനിറ്റ് തീർച്ചയായിട്ടും അന്നൊക്കെ തോന്നി പോകുമെന്ന്. അതാണ് പണ്ടുമുണ്ടായിരുന്നു. അല്ലെ, ഇതിപ്പോൾ അദ്ദേഹം 2 ദിവസം മുന്നായിരുന്നു മംഗളം പത്രത്തിൽ ഈ നെഹ്റു കുടുംബത്തിനെതിരായ ഒരു ലേഖനം എഴുതി. നിലവിൽ ഇപ്പോൾ അദ്വാനിയെ പുകഴ്ത്തുന്നു. നാം ഇതെല്ലാം കേരളവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണ്. കേരളത്തിൽ 2 തിരഞ്ഞെടുപ്പുകൾ വരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഇത് സ്വാധീനിക്കുമോ? അത് BJP-ക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണോ ഇദ്ദേഹം ഉണ്ടാക്കുന്നത്? സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആർക്ക് മൈലേജ് BJP-ക്ക് കിട്ടുമെന്ന് ഒന്നും വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിഷയങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നൊരു പ്രതിപക്ഷമായിരുന്നു. എന്തോരം സുവർണ അവസരങ്ങളാണ്, സ്വർണ്ണക്കൊള്ള തൊട്ട് ആശുപത്രി ഇഷ്യൂസ് നമ്മൾ കാണുവാണല്ലേ. ഇത് ഇത്രയും ഒരു കുത്തഴിഞ്ഞൊരു ഭരണം കേരളം കണ്ടിട്ടില്ല. പക്ഷെ അത് മുഴുവൻ വോട്ടാക്കി മാറ്റാൻ ഈ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? എനിക്കറിയുന്നില്ല. കാരണം ആ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ കാരണം എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് തമ്മിലുള്ള ഗ്രൂപ്പ് കളി അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവർക്കും നേതാവാണോ, അല്ല ആരാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് സുധാകരനെ ഒതുക്കി. VD സതീശൻ ആൻഡ് KC തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, K മുരളീധരൻ. പക്ഷെ അപ്പോഴൊക്കെ ഏറ്റവും നല്ലൊരു മുഖം തരൂരിനെ പോലെ ഒരാൾ വന്നിരുന്ന ഒരു വിഷണറി ആണല്ലേ പുള്ളിയെ. ഞാനതാ പറഞ്ഞ പുള്ളി ഒരു കോൺഗ്രസ് എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് അദ്വാനി. അപ്പോൾ അദ്വാനിയെ തന്നെ പുകഴ്ത്തുകയാണ്. ഇതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? മേ ബി ആ ഉള്ളിൽ. പക്ഷെ എനിക്ക് തരൂർ എന്ന് പറയുമ്പോൾ ഗ്രഡ്ജ് അങ്ങനെയൊക്കെ പേഴ്സണൽ ഗ്രഡ്ജൊക്കെ മനസ്സിൽ വെച്ചിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല പുള്ളിക്കാരൻ. ഞാൻ അതാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ മേ ബി ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു 100% ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ല പുള്ളി. കാരണം പുള്ളിക്ക് എപ്പോഴും അങ്ങനൊരു ഫെയർ രാഷ്ട്രീയത്തിൽ വേണ്ടത് ഈ ഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും വേണ്ട. പറ്റുവാണെങ്കിൽ കൂടെ നിൽക്കണവനെ വരെ അല്ലേ കുതികാലം കൊണ്ട് വെട്ടണം, പിന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കണവരെ. അതാണ് പ്രശ്നം. ഞാൻ കണ്ടു ഇന്നലെയോ മിനിഞ്ഞോ ഏതോ ആരെയോ പുകഴ്ത്തി എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി സ്ഥാനം എടുത്ത് മാറ്റി കോൺഗ്രസിൻ്റെ ആരെയോ കണ്ടല്ലേ, ആരെക്കുറിച്ചോ പുകഴ്ത്തി പറഞ്ഞു, ആരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോഴും നമ്മുടെ പക്ഷെ ഇങ്ങനൊന്നും ഒരു പാരമ്പര്യം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ ഒരു കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യയുടെ മുഖം അവർക്കുണ്ടായിരുന്നു എപ്പോഴും. അതിനിപ്പോൾ എത്രയൊക്കെ കോൺഗ്രസിൻ്റെ നമ്മൾ പവർഫുൾ ലീഡറാണ്, അതൊരു വശത്ത്. പക്ഷെ അവർക്ക് വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതുണ്ട്, അവർക്ക് വിജയിക്കാം. പക്ഷെ അത് ഇപ്പോഴുള്ള നേതാക്കൾക്കില്ലല്ലോ, ഈ നെഹ്റു കുടുംബത്തിനില്ലല്ലോ. അതില്ല. ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മകളെന്നുള്ള ഇതിൽ വന്നു, പക്ഷെ പവർ ഉണ്ടായിരുന്നു. അപ്പോഴും അവരൊരു പവർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ആക്ച്വലി അവരൊരു സത്യം പറഞ്ഞാൽ ഒരു ഏകാധിപത്യ രീതിയിലായിരുന്നല്ലോ അന്ന് നമ്മുടെ ഇന്ത്യ. ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് തരൂറിൻ്റെ പൊളിറ്റിക്സ് വെച്ചിട്ട് തരൂർ ഇത് വെച്ചിട്ട് BJP-യിലേക്ക് പോകാനൊന്നും പോകുന്നില്ല. അദ്ദേഹം കണ്ടിട്ടില്ല എപ്പോഴും എന്ത് നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും പലപ്പോഴും മോദി ചെയ്യണ നല്ല കാര്യങ്ങൾ അദ്ദേഹം പുകഴ്ത്താനായിട്ട്
പിശുക്ക് കാണിക്കാറുണ്ട് മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും പറ്റാത്തൊരു പൊളിറ്റിക്സാണ് പുള്ളി മുന്നിൽ വെക്കണം. ശരിക്കും സത്യമാണല്ലേ? കാരണം നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ നേതാക്കന്മാരും ആര് രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നു ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത് ഒപ്പോസിഷൻ ആയിക്കോട്ടെ ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ ദേ ഹാവ് ടു എന്താ പറയുക ഒരുമിച്ച് നിന്നിട്ട് രാജ്യത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. ആ ഒരു കാര്യമൊക്കെയാണ് പലപ്പോഴും തരൂർ മുന്നിൽ വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അല്ലാതെ എപ്പോഴും ഫൈറ്റ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ നമുക്ക് വിഷമം തോന്നും. ഇന്ത്യൻ ആർമീനൊക്കെ പോലെ നമ്മൾ ഓപ്പോസിറ്റ് നിന്നിട്ട് രാജ്യം ശത്രുക്കളുടെ മുന്നിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓപ്പോസിഷൻ ലീഡർ ചോദിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ തെളിവ് വരെ ചോദിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ അങ്ങനെ കുറേ പാളിച്ചകൾ വിവാദങ്ങൾ. അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ പോയി കഴിഞ്ഞ് തരൂർ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല BJP പോകുന്നത്. മേ ബി പുള്ളിക്കാരനൊരു പാർട്ടി ഫോം ചെയ്താൽ തന്നെ ഒരുപാട് ഇതേ ഔട്ട്ലുക്കുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഇത് തന്നെയാണ് മിക്കവരുടെയും ചിന്താഗതി. കാരണം ഇന്നിപ്പോൾ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലായിട്ട് ഒതുങ്ങുന്നില്ല. ഒരു കോസ്മോപൊളിറ്റൻ ചിന്താഗതിയാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത്. ആർക്കാണോ പക്ഷെ നേഷൻ ബിൽഡിംഗ് വേണം. പക്ഷെ നേഷന് വേണ്ടിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിപ്പോൾ പുകഴ്ത്തി എന്ന് പറഞ്ഞ് BJP പാളയത്തിലേക്ക് പോകുന്നൊന്നും അർത്ഥമില്ല. കാരണം പോകണമെങ്കിൽ എന്നേ പോകാൻ പറ്റും. അത് പോകാനും പോകുന്നില്ല. പക്ഷെ ഇതൊരു തന്ത്രമാക്കി കോൺഗ്രസ് പാളയങ്ങളെടുക്കാം. ഒരിക്കൽ കൂടെ ശശി തരൂരിനെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പരാമർശം നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് തരൂരിനെതിരെയൊക്കെ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നേതാക്കന്മാർ തന്നെയാണ് അതിന് ആണി അടിക്കണം. അതിൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. എത്രയോ നല്ല നല്ല ലീഡേഴ്സ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കുണ്ട്. യുവനിരയെ ഒരുവിധം അടിച്ചമർത്തി പല രീതിയിൽ കോൺഫ്ലിക്റ്റ് ആക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത് എപ്പോഴും അവർക്ക് മുന്നിൽ നിർത്താനുള്ളൊരു കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നോക്കൂ ഇപ്പോഴത്തെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ശബരിനാഥിനെ പോലെ ഒരു ക്വാളിഫൈഡ് ആളുള്ള നമ്മുടെ കോർപ്പറേഷൻ ആ രീതി കൊണ്ടുവരുന്നു. ഇതൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നു. അതുപോലെ ഇവിടെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ഫേസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു ശശി തരൂർ അല്ലേ. കാരണം കേരളം എന്തൊക്കെ രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക്. ഒന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പോയിട്ട് പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഫണ്ട് കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ തരൂരിനെ പോലൊരു കോസ്മോപൊളിറ്റൻ വ്യക്തിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ എല്ലാ ആൾക്കാരുമായിട്ട് എന്തൊക്കെ രീതിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും അത്. പക്ഷെ ആ രീതിയിലൊന്നും നാട് നന്നാവരുത്. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ ചിന്താഗതി. തീർച്ചയായും തരൂരിനെ പോലെയൊക്കെ ഉള്ളൊരു വിഷണറി നല്ല വ്യക്തിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹീസ് എ ട്രൂ നമ്മൾ പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ഹീസ് എ ട്രൂ നല്ലൊരു ഇൻഡിവിജ്വലാണ്, നാഷണലിസ്റ്റാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.